നമസ്കാരം. ഇന്നലെ ഒളിമ്പിക്സ് ഗുസ്തി ഗോദയിൽ നിന്ന് കേട്ട വാർത്ത ഓരോ ഇന്ത്യക്കാരനും ഉണ്ടാക്കിയ വേദന ഒരേ അളവിൽ തീവ്രമാണ്. ആ ഞെട്ടൽ മാറും മുൻപ് ഇന്ന് അടുത്ത വേദനിപ്പിക്കുന്ന വാർത്ത. ഗുസ്തിയോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നു വിനേഷ് ഫോഗട്ട്. ഇനി മത്സരിക്കാൻ കരുത്തില്ല എന്ന് പറഞ്ഞ് വിടവാങ്ങുന്നത് തോൽവി അറിയാത്ത ജപ്പാൻ താരം യുയി സുസാക്കിയെ ക്വാർട്ടറിൽ മലർത്തിയടിച്ച അതേ താരം. വെള്ളി ഉറപ്പിച്ച ഒളിമ്പിക്സിലെ സ്വർണ്ണ പ്രതീക്ഷയായിരുന്ന വിനേഷ് ഫോഗട്ട് ഗുസ്തിയോട് തന്നെ വിട പറയുന്നു എന്നത് പെട്ടെന്നുണ്ടായ വികാര വിക്ഷോഭത്തിലെടുത്ത തീരുമാനമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ തൽക്കാലം നമുക്ക് നിർവാഹമുള്ളൂ. തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. വെള്ളി മെഡൽ അർഹതയുണ്ട് എന്ന വിനേഷിന്റെ അപ്പീൽ രാജ്യാന്തര കായിക കോടതി സ്വീകരിച്ചിട്ടുണ്ട്. പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. 100 ഗ്രാമിൽ 100 കോടി ജനതയുടെ സ്വപ്നം പൊലിയില്ല എന്ന് പ്രതീക്ഷയോടെ കരുതാം. ഈ വിഷയത്തിൽ നമുക്കൊപ്പം ഇന്ന് അതിഥിയായി പങ്കെടുക്കുന്നത് സനിൽ പി തോമസ് ആണ്, സ്പോർട്സ് ജേർണലിസ്റ്റ്. ശ്രീ സനിൽ പി തോമസ്, ഇന്നലെ നമുക്കുണ്ടായ ആ ഒരു ഞെട്ടലും വേദനയും ഒന്നും മാറുന്നില്ല. അപ്പോഴാണ് ഇന്ന് വിനേഷിന്റെ ഭാഗത്തുനിന്നൊരു തീരുമാനമുണ്ടായത്. ഗുസ്തിയോട് തന്നെ വിട പറഞ്ഞിരിക്കുന്നു. ഇനി തൻ്റെ സ്വപ്നങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു, കരുത്തില്ല എന്ന് പറയുകയാണ് ഈ ഗുസ്തി ഗോദയിലെ ഏറ്റവും കരുത്തയായ നമ്മളുടെ ഒരു താരം. അതുണ്ടാക്കിയ വേദന എത്രയാണ്? താങ്കൾ ഇതെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ കൂടി ഇതിലൊരു വ്യക്തിപരമായ വേദനയായി നമ്മളെല്ലാവരും, ഓരോ ഇന്ത്യക്കാരനും ആ വേദന അങ്ങനെ തന്നെ ഹൃദയത്തിലേക്ക് എടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതെല്ലാ ഇന്ത്യക്കാരൻ്റെയും, സ്പോർട്സിനെ സ്നേഹിക്കുന്ന എല്ലാ ഇന്ത്യക്കാരൻ്റെയും വേദനയായി മാറിയിരിക്കുകയാണ് വിനേഷ് ഫോഗട്ട്. നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിച്ചതാണ് വിനേഷ് ഫോഗട്ടിന് ഈ പാരീസ് ഒളിമ്പിക്സിൽ ഒരു മെഡൽ കിട്ടണമെന്ന്. കാരണം 2016 മുതൽ വിനേഷ് ഫോഗട്ടിനെ ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലയിൽ 2016 റിയോ ഒളിമ്പിക്സിൽ അവർ 48 കിലോഗ്രാമിൽ മത്സരിക്കുന്നു. കൈക്ക് പരിക്കേൽക്കുന്നു. ആ കൈക്കിൻ്റെ പരുക്ക് വകവെക്കാതെ മത്സരം തുടരുന്നു. ക്വാർട്ടർ ഫൈനലിൽ മുട്ടിന് വളരെ ദാരുണമായ പരിക്കേൽക്കുന്നു. അവിടുന്ന് അവരെ സ്ട്രെച്ചറിലാണ് കൊണ്ടുപോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് തിരിച്ചു വരാൻ പറ്റത്തില്ല എന്നൊക്കെ ഒരു തോന്നലുണ്ടായി. പക്ഷേ റീഹാബിലിറ്റേഷൻ എല്ലാം ശരിയായി തിരിച്ചെത്തി 2018 ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ അവർ സ്വർണം നേടുമ്പോൾ ഞാൻ അതിന് സാക്ഷിയായിരുന്നു. അതിനുശേഷം 48 നിന്ന് 53 കിലോയിലേക്ക് മാറി ടോക്കിയോ ഒളിമ്പിക്സിൽ അവർ മത്സരിച്ചു. ടോക്കിയോ ഒളിമ്പിക്സിലും പ്രീ ക്വാർട്ടറിൽ നല്ല പ്രകടനം നടത്തി. ക്വാർട്ടറിൽ അപ്രതീക്ഷിതമായ പരാജയം ഏറ്റുവാങ്ങി. തിരിച്ചു വന്നപ്പോഴത്തേക്ക് അതിരൂക്ഷമായ വിമർശനം ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിൻ്റെയും മറ്റും ഭാഗത്തുനിന്നുണ്ടായി. തനിക്ക് താങ്ങാവുന്നതിലപ്പുറമായിപ്പോയി ആ വിമർശനം. തന്നെ മാനസികമായി വളരെ തളർത്തി. താൻ മത്സരം ഉപേക്ഷിച്ച് ഗോദ വിടാനായിട്ട് ആലോചിച്ചു, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു എന്നൊക്കെ അന്ന് വിനേഷ് പറഞ്ഞത് ഓർക്കുന്നുണ്ട് ആ സമരകാലത്ത്. അതിനുശേഷമാണ് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു സമരത്തിന് സാക്ഷി മല്ലിക്കിനും ബജ്രംഗ് പൂനിയയ്ക്കൊക്കെ ഒപ്പം ഇവർ ഇറങ്ങിയത്. ഈ 3 പേര്. അന്ന് വിനേഷിൻ്റെ ഒരു സങ്കടം, ബജ്രംഗ് പൂനിയയ്ക്ക് വെങ്കല മെഡലുണ്ട് ഒളിമ്പിക്സിൽ, സാക്ഷി മല്ലിക്കിന് വെങ്കല മെഡലുണ്ട്, തനിക്ക് ഒളിമ്പിക്സ് മെഡലില്ല, തനിക്കും കൂടെ ഒരു ഒളിമ്പിക് മെഡൽ വേണം എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ പറയുമായിരുന്നു, അത് 2 തവണ ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം കിട്ടിയിട്ടുണ്ട്, ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് ഉണ്ട്, 2 തവണ കോമൺവെൽത്ത് ഗെയിംസ് ഗോൾഡ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒളിമ്പിക് മെഡൽ, ആ ഒളിമ്പിക് മെഡൽ നേടിയിട്ട് ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ മുഖത്ത് നോക്കി എന്നല്ല പറഞ്ഞത്, കണ്ണിൽ നോക്കി ഇത് കാണിക്കണം, പറയണം, ഞാനും ഒരു ഒളിമ്പിക് മെഡൽ ജേത്രിയാണ് എന്ന് പറയണം എന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു നിരന്തരമായ പോരാട്ടം. അതിനിടയ്ക്ക് അവർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസ് ഹാങ്ചുവയിൽ അവർക്ക് ഫിനിഷിന് പങ്കെടുക്കാൻ പറ്റിയില്ല. കാൽമുട്ടിന് ശസ്ത്രക്രിയ വേണ്ടി വന്നു. അതെല്ലാം കഴിഞ്ഞാണ് തിരിച്ചെത്തിയപ്പോഴത്തേക്ക് 53 കിലോ വിഭാഗത്തിൽ അന്തിം പങ്കൽ ഇപ്പോൾ അക്രഡിറ്റേഷൻ റദ്ദാക്കി തിരിച്ചയക്കപ്പെട്ടിരിക്കുന്ന അന്തിം പങ്കൽ, അനിയത്തിയെ അനുവാദം കൂടാതെ ഒളിമ്പിക് അത്ലറ്റിക് വില്ലേജ് കയറ്റിൻ്റെ പേരിൽ ആ അന്തിം പങ്കലിന് 53 കിലോയിൽ ഒളിമ്പിക് ക്വാളിഫിക്കേഷൻ കിട്ടിയപ്പോഴത്തേക്ക്, വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ അവർക്ക് ബ്രോൺസ് കിട്ടിയപ്പോഴത്തേക്ക് ആ 53 കിലോ വിഭാഗത്തിൽ മത്സരിക്കാനായിട്ടുള്ള അവസരം വിനേഷിന് ചോദ്യം ചെയ്യപ്പെട്ടു. വിനേഷ് ഉദ്ദേശിച്ചിരുന്നത് 53 കിലോയിൽ അന്തിം പങ്കലുമായിട്ട് മത്സരിച്ച് ജയിച്ച് ഒളിമ്പിക്സിന് പോകാനായിരുന്നു. പക്ഷേ അതിനുള്ള അവസരം ഉണ്ടായില്ല. അതിനുള്ള സാധ്യതകൾ നഷ്ടപ്പെടുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് 50 കിലോയിലേക്കും കൂടെ മാറി. അങ്ങനെ 50 കിലോയിലും 53 കിലോയിലും ഈ ഒളിമ്പിക് ട്രയൽസിന് മുമ്പ് നടത്തിയ, ഒളിമ്പിക് ക്വാളിഫിക്കേഷൻ റൗണ്ടിന് മുമ്പ് നടത്തിയ ട്രയൽസിൽ അവർ 50 കിലോയിൽ 53 കിലോയിലും പങ്കെടുത്തു വിനേഷ് ഫോഗട്ട്. അതിൽ 50 കിലോയിൽ ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു. അപ്പം വീണ്ടും ഒരു ട്രയൽസിന് ഇവർ അനുമതി കൊടുത്തില്ല. പകരം 50 കിലോയിൽ വിനേഷിനെയും 53 കിലോയിൽ അന്തിം പങ്കലിനെയും വിടുകയാണ് ചെയ്തത്.
അപ്പോൾ 53 കിലോ പ്ലസ് ഉള്ള ഒരാളായിരിക്കും എപ്പോഴും 53 കിലോയിൽ മത്സരിക്കുന്നത്. അത് കുറച്ച് വെയിറ്റ് അവർ കുറയ്ക്കും. പക്ഷേ ഇവിടെ പറ്റിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 53 കിലോയിൽ 50 കിലോയിലേക്ക് മാറാനുള്ള നിരന്തരമായ ശ്രമം, അത് ഒരു അളവ് വരെ വിജയിച്ചു. പക്ഷേ അവസാന നിമിഷത്തിൽ പാളി. അതിന് ഉത്തരവാദികളാരെന്ന് നമുക്കൊക്കെ മനസ്സിലാകും. കാരണം വെച്ചാൽ കൂട്ടത്തിലുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതിനകത്ത് വിനേഷിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വിനേഷിനെ കുറ്റം പറയുന്നത് ശരിയല്ല. കാരണം 49 കിലോ 900 ഗ്രാം ആയിരുന്നു ആദ്യ മത്സരത്തിന് ആദ്യ ദിവസം ഇറങ്ങുമ്പോഴത്തേക്കുള്ള അവരുടെ ഭാരം. രണ്ടാമത്തെ ദിവസം 3 മത്സരമാണ്. അതെ, രണ്ടാമത്തെ ദിവസം അത് നമുക്ക് ഫിക്സ്ചറൊക്കെ വളരെ നേരത്തെ കിട്ടിയിട്ടുള്ളത്, നമ്മുടെ പോലും നേരത്തെ തന്നെ കിട്ടിയിട്ടുള്ളതാണ്. ആദ്യത്തെ ദിവസം 3 മത്സരം, അത് എല്ലാ ഗുസ്തിയുടെ എല്ലാ ഇതിലും അങ്ങനെയാണ് വരുന്നത്. ആദ്യത്തെ ദിവസം 3 മത്സരം, രണ്ടാമത്തെ ദിവസം ഫൈനൽ മാത്രം. അതാണ് ഗുസ്തിയുടെ ഒരു റെസ്ലിങ്ങിൻ്റെ ഫ്രീ സ്റ്റൈൽ റെസ്ലിങ്ങിൻ്റെ ഒരു രീതി. ഒളിമ്പിക്സിൽ അവർ കാണിച്ചൊരു ഫിക്സ്ചർ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും. അപ്പോൾ ആദ്യത്തെ ഈ ഭക്ഷണമൊക്കെ കുറച്ച് വെയിറ്റ് 50 കിലോ താഴെയാക്കി യോഗ്യത നേടി ആദ്യത്തെ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ റൗണ്ട് ജയിച്ചപ്പോൾ തന്നെ, അതായത് തോൽവി അറിയാത്ത 86 മത്സരങ്ങൾ തോൽവി അറിയാത്ത ജാപ്പനീസ് താരത്തെ തോൽപ്പിച്ചപ്പോൾ തന്നെ അവർ മെഡൽ ഉറപ്പിച്ച സ്ഥിതി ആയിരുന്നു വിനേഷ് ഫോഗട്ടിനെ സംബന്ധിച്ചിടത്തോളം. എന്നിട്ട് വളരെ ഈസി ആയിട്ടാണ് പിന്നീടുള്ള റൗണ്ടുകളൊക്കെ ജയിച്ച് കയറിയത്. ഫൈനലിൽ അമേരിക്കൻ താരമായിട്ടുള്ളതാണ് മത്സരം. അപ്പം സ്വാഭാവികമായിട്ടും അത് ഇടയ്ക്ക് 3 മത്സരങ്ങൾ ഒരു ദിവസം വന്നപ്പോഴത്തേക്ക് ഇടയ്ക്ക് അവർക്ക് കുറച്ച് വൈറ്റമിനും മറ്റ് എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ പദാർത്ഥങ്ങളൊക്കെ കൊടുക്കേണ്ടി വന്നു. ഇതൊക്കെ സ്വാഭാവികമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടത് കൃത്യമായിട്ട് അത് അവർ അളന്ന് നോക്കി ചെയ്തില്ല? അവർക്ക് ന്യൂട്രീഷൻ ഉണ്ട്, ഡോക്ടറുണ്ട്, ഇതിലാണ് സപ്പോർട്ട് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ 117 അംഗ ഇന്ത്യൻ ടീമിൻ്റെ കൂടെ 140 പേരാണ് സപ്പോർട്ട് സ്റ്റാഫ്. ആ സപ്പോർട്ട് സ്റ്റാഫ് എന്തായിരുന്നു അവരുടെ ജോലി? മറ്റുള്ള രാജ്യങ്ങളിലാണ് ഇത് സമ്മതിക്കുക? ഇല്ല. ഇവിടെ അവരുടെ വെയിറ്റ് നേരത്തെ ശ്രദ്ധിക്കുക, അതിന് പകരം മുടി വെട്ടുക, ഇതൊന്നും ആണ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല രാത്രി മുഴുവൻ ഫൈനലിൽ ഇറങ്ങേണ്ട ഒരു താരത്തെ രാത്രി മുഴുവൻ പട്ടിണി കിട്ടുക, വെള്ളമില്ല, ഭക്ഷണം ഇല്ലാതെ രാത്രി മുഴുവൻ ജോഗ് ചെയ്യിക്കുക, സൈക്കിൾ ഔട്ട് ചെയ്യുക, അങ്ങനെ. അതിനുശേഷം പിറ്റേ ദിവസം ഇറങ്ങിയാൽ തന്നെ ഈ ഫൈനലിൽ അമേരിക്കൻ താരത്തിനെതിരെ ജയിക്കാൻ അത്ര എളുപ്പമായിരുന്നു എന്ന് തോന്നുന്നില്ല. പക്ഷേ മെഡൽ നഷ്ടപ്പെടത്തില്ലായിരുന്നു. യുണൈറ്റഡ് വേൾഡ് റെസ്ലിങ്ങിൻ്റെ റൂൾ അനുസരിച്ച് രണ്ടാമത്തെ ദിവസം വീണ്ടും വെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഓവർ വെയിറ്റ് ആയിക്കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടും, ഏറ്റവും പുറകിലത്തെ റാങ്കിലേക്ക് മാറ്റും എന്നുള്ള അവരുടെ റൂളാണ്. ആ റൂളിനെ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. റൂൾ മാറ്റണമെന്നൊക്കെ ആവശ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആസ് ഓഫ് നൗ നമുക്കതൊന്നും പറയാൻ പറ്റത്തില്ല, അത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ നമ്മൾ. പക്ഷേ അതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇതിനകത്ത് ഇപ്പം ലോക പ്രശസ്തനായ ഗുസ്തി താരം ജോർദൻ ബറോസ്, US-ൻ്റെ 6 തവണ ലോക ചാമ്പ്യൻഷിപ്പ് നേടിയ 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ഗോൾഡ് നേടി അദ്ദേഹം വിനേഷിന് വെള്ളി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു പരസ്യമായിട്ട് ട്വീറ്റ് ചെയ്തിട്ട് സനൽ പി തോമസ്, ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ വെയിറ്റിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഒരു സംശയം ഇതിൽ മാറുന്നില്ല. ഇപ്പോൾ ചൊവ്വാഴ്ച രാവിലെ 49 കിലോ 900 ഗ്രാം മത്സരത്തിന് മുൻപ്, അതിനുശേഷം മത്സരശേഷം ഇങ്ങനെ വെയിറ്റ് കൂടുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് പേരൊക്കെ ചോദിക്കുന്നുണ്ട്, അങ്ങനെ വെയിറ്റ് എങ്ങനെയാണ് പെട്ടെന്ന് കൂടുന്നത്? അതുപോലെ വെയിറ്റ് കുറയ്ക്കാനുള്ള ശ്രമം നടത്തുന്നു, രാത്രി മുഴുവൻ കഠിനാധ്വാനത്തിലൂടെ വെയിറ്റ് കുറയ്ക്കാനുള്ള ശ്രമം നടത്തുന്നു, അപ്പോഴും വെയിറ്റ് കുറയുന്നുണ്ട് അവിടെ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സാധ്യമാകും എന്നൊരു ചോദ്യം, അത് സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ തോന്നുന്ന ചോദ്യമാണ്. അപ്പോൾ ആ മത്സരത്തിന് മുൻപ് ഇത്രയും, അത് പിന്നീട് 52.7 എന്ന തരത്തിലേക്ക് കൂടുന്നത് എങ്ങനെയാണ്? ഒരു പക്ഷേ അതിൽ ആ സമയത്ത് മത്സരത്തിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും എനർജി ഡ്രിങ്ക് അതുപോലെയുള്ളതൊക്കെ കഴിക്കുന്നത്, അതിൻ്റെയൊക്കെ ഫലമാണോ ഇങ്ങനെ ഈ പെട്ടെന്ന് വെയിറ്റ് കൂടുന്നു എന്ന് പറയുന്നത് സംഭവിക്കുന്നത്? അങ്ങനെ ആകാമോ? അത് സ്വാഭാവികമായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം ഒഴിവാക്കുകയൊക്കെ ചെയ്യുന്നത് സാധാരണയാണ്. ബോക്സിങ്ങിലും വെയിറ്റ് ലിഫ്റ്റിങ്ങിലും ഒക്കെ ഇത് ചെയ്യുന്നതാണ് അവർ. അതിനുശേഷം വെയിങ് കഴിഞ്ഞിട്ട് അവർ കുറച്ച് കൂട്ടും. അത് എല്ലാ താരങ്ങളും ചെയ്യുന്നതാണ്. ഇവിടെ ഇതിനകത്തൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അനുജ പറഞ്ഞ പോലെ 52.7 കിലോ ആയി കൂടിയെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. അതേസമയത്ത് ഇന്നലെ ഇവരുടെ ഇന്ത്യൻ ടീമിൻ്റെ റെസ്ലിംഗ് ടീമിൻ്റെ വനിതാ ടീമിൻ്റെ കോച്ച് വീരേന്ദ്ര ദഹിയ പറഞ്ഞിരിക്കുന്നത് 1 കിലോ ഭാരം കൂടുതലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിലേതാണ് നമ്മൾ വിശ്വസിക്കേണ്ടതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. കാരണം ഈ 52.7 ആണോ അതോ 51 ആണോ, ഇതാരൊക്കെ പറയുന്നതാണ് ശരി? അതിൽ തന്നെ സംശയങ്ങൾ നമുക്ക് ബാക്കിയുണ്ട്. പിന്നെ ഇത് എനർജി ഇതൊക്കെ കഴിക്കുമ്പോൾ അവിടെയൊക്കെയാണ് നമുക്ക് ഇതിൽ ഒട്ടേറെ ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ ശ്രീ സനൽ പി തോമസ്, ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി കൃത്യതയോടെ വിനേഷ് വിശദീകരിക്കുമെന്ന് നമുക്ക് കരുതാമല്ലേ? കാരണം വിനേഷ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുന്ന ഒരാൾ കൂടിയാണല്ലോ. ഇതിന് ഞാനൊരു ഉദാഹരണം പറയും, ഇതിനകത്ത് എന്തുമാത്രം ശ്രദ്ധിക്കണമെന്നുള്ളതിന്. അതായത് 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ നമുക്ക് ഇപ്പോഴത്തെ പാരീസിൽ ഉള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ തലവൻ
ഗഗൻ നാരംഗ് 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ എയർ റൈഫിൾ വിഭാഗത്തിൽ വെങ്കലം കിട്ടി. ഈ എയർ റൈഫിൾ വിഭാഗത്തിൽ ജാക്കറ്റ് അണിഞ്ഞുകൊണ്ട് മത്സരിക്കാൻ പറ്റത്തുള്ളൂ. ആ ജാക്കറ്റിന് തിക്നെസ് ഇത്ര വേണം, തിക്നെസ് 2.5 അതിൻ്റെ തിക്നെസ് 2.5 വേണം. പിന്നെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ സോളിഡ് അതിൻ്റെ ഫോം അത് 3 മില്ലിമീറ്റർ, ആദ്യത്തെ 2.5 മറ്റേ മില്ലിമീറ്ററും ആണ് വെയിറ്റ് ചെയ്ത്. അത് അല്പം കൂടിപ്പോയിരുന്നു ആദ്യം നോക്കി. പക്ഷേ ഇതേ ജാക്കറ്റ് ഇട്ടുകൊണ്ട് നാരംഗ് നേരത്തെ വേൾഡ് ചാമ്പ്യൻഷിപ്പിലും വേൾഡ് കപ്പിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ഈ ജാക്കറ്റ് ക്ലിയർ ചെയ്തതിൻ്റെ സ്റ്റിക്കറും ഇതേ ജാക്കറ്റിലുണ്ട്. അന്ന് പരിശോധിച്ചവർ തന്നെ ഈ ജൂറിയിലുമുണ്ട്. പക്ഷേ അത് അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ക്ലൈമറ്റ് വേരിയേഷനൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ജാക്കറ്റിന് ഇത് വ്യത്യാസം വരാറുണ്ട്. അപ്പം അതിനെന്താണ് മാർഗം എന്ന് ആലോചിച്ചു. ഇന്ത്യൻ ടീമിൻ്റെ അന്നത്തെ നാഷണൽ കോച്ചായിരുന്ന പ്രൊഫസർ സണ്ണി തോമസ്, മലയാളിയാണ്, നമുക്കൊക്കെ അറിയാം. അദ്ദേഹം പറഞ്ഞ് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നാരങ്ങിനെ പിടിച്ചിരുത്തിയിട്ട് ആ കോട്ട് ബ്ലേഡ് ഉപയോഗിച്ച് അകത്തുനിന്ന് പല സ്ഥലത്തുനിന്ന് കീറിയപ്പോഴത്തേക്ക് അതിൻ്റെ ആ സ്വിഫ്റ്റ്നെസ് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞാൽ അത് അഡ്വാൻറ്റേജ് ഉണ്ടാകും ഷൂട്ടർക്ക് എന്നുള്ളതാണ് തിയറി. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം സണ്ണി തോമസ് സാറ് ഇങ്ങനെ ഇതിനകത്തൂടെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് ചെയ്തത്. അപ്പോൾ അത്രയും സെൻസിറ്റീവാണ് ഈ ഇഷ്യൂസ്. അപ്പോൾ അത്രയും കോഷ്യസ് ആയിരിക്കണം കൂടെ പോകുന്ന കോച്ചും മാനേജറും ഒക്കെ. ഇക്കാര്യത്തിൽ അതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് വളരെ ദയനീയമായ അവസ്ഥ. എങ്ങനെ സംഭവിച്ചു? ഇതിനകത്ത് ഒരു കാര്യം കൊണ്ട് ഓർക്കണം. നേരത്തെ വിനേഷ് ഫോഗട്ടിനെ വിദേശത്ത് പരിശീലനത്തിന് അയക്കാൻ നേരത്ത് വിനേഷിൻ്റെ കൂടെയുള്ള സപ്പോർട്ട് സ്റ്റാഫിനെ മാറ്റി റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അവരുടെ ഒരു ടീമിനെ അയക്കാനായിട്ട് ശ്രമിച്ചു. അന്ന് വിനേഷ് പറഞ്ഞു, ഇതെന്നെ ഡോപ്പിൽ എന്തെങ്കിലും കൊടുക്കാനുള്ളതാണ്, എനിക്ക് ഭയമുണ്ട്, അതുകൊണ്ട് ഇവരെ പറ്റത്തില്ല, എൻ്റെ സ്വന്തം വേണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നമ്മുടെ മുന്നിലൊരു ഉദാഹരണമുണ്ട്. 2014 റിയോ ഒളിമ്പിക്സിൽ സുശീൽ കുമാറും നർസിംഗ് യാദവും ഒരേ വെയ്റ്റ് കാറ്റഗറി വന്നു. നർസിംഗ് യാദവാണ് ശരിക്കും ക്വാളിഫൈ ചെയ്തത്. പക്ഷേ നർസിംഗ് യാദവ് റിയോ ചെന്നപ്പോഴത്തേക്ക് ഡോപ്പിൽ പിടിച്ച് മത്സരിക്കാതെ തിരിച്ചു വന്നിരുന്നു. അന്ന് ഒത്തിരി ആരോപണം ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ വന്നതിൽ ആരോ ഇദ്ദേഹത്തെ ക്യാമ്പിൽ വെച്ച് ഡോപ്പിൽ കുടിക്കുന്നതാണ് എന്നുള്ള ഒരു ആരോപണം ഉണ്ടായി. അപ്പം നമുക്കിതൊന്നും പറയാൻ പറ്റത്തില്ല, എന്തൊക്കെയാണ് ഇതിന്റെ നമുക്കറിയാവുന്നതുപോലെ ഇത്തരത്തിലേക്കുള്ള സംശയം മുൻപ് വിനേഷ് ഫോഗട്ട് ഏപ്രിലാണ് പ്രകടിപ്പിച്ചത്. തന്നെ ഡോപ്പിംഗിൽ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്, തനിക്ക് തരുന്ന വെള്ളത്തിൽ എന്ത് ചേർക്കുമെന്നുള്ള സംശയമുണ്ട്, ഗുസ്തി ഫെഡറേഷനിൽ വിശ്വാസമില്ല. ഇതൊക്കെ പറഞ്ഞ ഒരു താരത്തിന് ഇത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ താങ്കളുടെ തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് കൃത്യമായത് പുറത്തു വരണം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. പക്ഷെ മറ്റൊരു കാര്യം ഇതിലിടയിൽ എടുത്തു പറയേണ്ടത് ശ്രീ സനൽ, ഇതിലെ കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് തന്നെയാണ് ഒളിമ്പിക്സ് പോലെയൊക്കെയുള്ളൊരു കായിക മാമാങ്കം നടക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് അതിനെയും നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ വേണ്ടേ മുന്നോട്ട് പോകാൻ. ഇതൊക്കെ പറയുമ്പോൾ പോലും ഈ ഭാരം എന്നുള്ളത് 100 ഗ്രാം കൂടിയെങ്കിൽ അത് വലിയ പ്രശ്നമാകാം. അതെ, നമുക്ക് ശരിയായ ഒരു ട്രെയിനിങ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മളൊരു വിദേശ യാത്ര നടത്തുന്നു, നമ്മളൊരു ടൂർ ഏജൻസി നമ്മളെ വിളിച്ചിട്ട് നേരത്തെ ബ്രീഫ് ചെയ്യും, നമ്മൾ ഇന്നൊക്കെ ചെയ്യണമെന്ന് പറയുന്ന പോലെ ഒരു ബ്രീഫിംഗ് പോലും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് വെളുപ്പിനെ ഇന്നലെ രാത്രിയിൽ അന്റിം ബംഗലിനെ, ആ 53 കിലോ അന്റിം ബംഗലിനെ പുറത്താക്കി. അക്രഡിറ്റേഷൻ ക്യാൻസൽ ചെയ്തവർ. കാരണം അനിയത്തി നിഷയെ അനുവാദം കൂടാതെ വില്ലേജ് കയറ്റാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് ആരോപണം. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇത് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് പുതിയ വിവരം വന്നിട്ടുണ്ട്. ഞാൻ ശ്രീ സനിൽ താങ്കളിലേക്ക് എത്താം. ഞങ്ങളുടെ പ്രതിനിധി അനിൽ വാസുദേവ് കൂടിയുണ്ട്. അനിൽ, ഇപ്പോൾ ഈ അക്രഡിറ്റേഷന്റെ കാര്യത്തിൽ എന്തോ ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ടല്ലോ, അതെന്താണ് അപ്ഡേറ്റ്? ഈ തരത്തിൽ അക്രഡിറ്റേഷൻ റദ്ദാക്കിയിട്ടില്ല, താരത്തെ ബാൻ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ തന്നെ പറയുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച അന്തിം പങ്കലും ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. അതിൽ പറയുന്നത് താൻ ഒരു തരത്തിലുള്ള കൃത്രിമവും കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ സഹോദരിയെ അനധികൃതമായി ഗെയിംസ് വില്ലേജിൽ കയറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് അന്തിം പങ്കൽ പറയുന്നത്. അതായത് ഈ മത്സരം തോറ്റതിൻ്റെ വലിയ നിരാശയിലായിരുന്നു താൻ ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ തനിക്ക് അധികൃതരോട് ചോദിച്ചു തന്നെ താൻ തൻ്റെ സഹോദരി അടക്കമുള്ളവർ താമസിക്കുന്ന ഹോട്ടലിൽ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അപ്പോൾ അതിന് അനുവദിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഹോട്ടലിൽ പോയി അവിടെ കുറച്ച് നേരം വിശ്രമിച്ചു. അതിനുശേഷം തിരിച്ചു വരുന്ന താൻ ഒറ്റയ്ക്കാണ് തിരിച്ചു വന്നത്. ആ സമയത്ത് തനിക്ക് അക്രഡിറ്റേഷൻ കാർഡ് താൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത് പിന്നീട് മനസ്സിലാക്കി സഹോദരി അത് തിരിച്ചു കൊണ്ടുവരുന്നതാണ്, തനിക്ക് തിരികെ നൽകാൻ
കൊണ്ടുവന്നതാണ്. ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ തടയുകയും ഇത് അവരുടേതാണോ ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയാണ് പിന്നീട് പോലീസുകാർ വിളിച്ചു കൊണ്ടുപോയത് എന്നതാണ് അന്തിം പങ്കലിൻ്റെ വിശദീകരണം. ഒപ്പം തന്നെ താൻ ഈ മത്സരത്തിന് ശേഷം വലിയ രീതിയിൽ മാനസികമായി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഒരു തരത്തിലും ഈ ഡിഫീറ്റ് അംഗീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് താൻ തന്നെ അധികൃതരോട് ആവശ്യപ്പെട്ടു പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് അയക്കാൻ എന്ന് പറഞ്ഞത്. അതായത് ഇന്നൊരു പക്ഷേ താരത്തിന് തോറ്റെങ്കിൽ പോലും റപ്പഷ റൗണ്ടിൽ മത്സരിക്കാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. ആ ഒരു അവസരം പോലും വേണ്ടെന്ന് വെച്ച നാട്ടിലേക്ക് പോകാൻ തയ്യാറായി എന്ന് പറയുന്നതൊക്കെ ഒരുപക്ഷെ ഈ കഥയിൽ അവിശ്വസനീയമായ ചില കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതാണ് അന്തിം പങ്കലിൻ്റെ വിശദീകരണം. അപ്പോൾ ഏറ്റവും ഒടുവിലായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ തന്നെ പറയുന്നത് ഇത്തരത്തിൽ താരത്തെ ബാൻ ചെയ്തിട്ടില്ല, അക്രഡിറ്റേഷൻ റദ്ദാക്കിയിട്ടില്ല, ഇതെല്ലാം വ്യാജ വാർത്തകളാണ്. ഇത്തരത്തിൽ വാർത്തകൾ കൊടുക്കുന്നതിന് മുമ്പ് തങ്ങളോടെങ്കിലും ചോദിക്കേണ്ട എന്നതാണ് ഇപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പറയുന്നത്. ഇതാണ് അന്തിം പങ്കലിൻ്റെ കാര്യത്തിൽ വരുന്ന ഏറ്റവും പുതിയ അന്തിം പങ്കൽ ഇന്ത്യയിലേക്ക് തിരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അന്തിം പങ്കലിൻ്റെ അവസാനം കുറച്ച് നേരം മുമ്പാണ് ഒരു വീഡിയോ കണ്ടത്. ആ വീഡിയോയിൽ അവർ പറയുന്നത് താൻ തന്നെ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ നാട്ടിലേക്ക് തിരിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതാണ് ശ്രീ സനൽ തോമസ്. ഇപ്പോൾ അതും ഈ 50 kg കാറ്റഗറിയിൽ മത്സരിക്കുന്ന, ഇപ്പോൾ വിനേഷ് മത്സരിക്കേണ്ടിയിരുന്ന കാറ്റഗറിയിൽ മത്സരിക്കുന്ന താരത്തിന്റെ കാര്യമാണ്. അതെ, അപ്പൊ പോലും ഇപ്പൊ ഈ പറയുന്ന പോലെ അവർ അടുത്ത റൗണ്ടിലേക്ക് കാത്തു നിൽക്കാതെ മടങ്ങി പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഇത്തരത്തിലേക്കൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നൊക്കെയുള്ളത് വലിയ ചോദ്യമല്ലേ? ഇതിനൊക്കെ ഉത്തരം കിട്ടേണ്ടതല്ലേ ശ്രീ സനൽ? അല്ല അനുജ, അതിനകത്ത് ഒരു റൗണ്ട് കഴിഞ്ഞ ഉടനെ ഒരാൾക്ക് റപ്പാഷാസ് റൗണ്ടിൽ മത്സരിക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല. കാരണം റെസ്ലിംഗിൻ്റെ റപ്പാഷാസ് എന്ന് പറയുന്നത് ഫൈനലിൽ 2 പേര് ഫൈനലിൽ കിടക്കുന്നു. ആ 2 പേര് ആരെ പ്രീ ക്വാർട്ടർ തോപ്പിച്ചോ, ആരെ ക്വാർട്ടർ തോപ്പിച്ചോ, ആരെ സെമി തോപ്പിച്ചോ, 2 വശത്തു നിന്നും അത് 2 പേരാണല്ലോ ഫൈനലിൽ കിടക്കുന്നത്. എയും ബിയും ഒന്ന് കൂട്ടുക. അപ്പോൾ പ്രീ ക്വാർട്ടറിൽ തോപ്പിക്കുന്ന ആൾ ക്വാർട്ടറിൽ തോൽപ്പിക്കുന്ന ആളുമായിട്ട് മത്സരിക്കുന്നു. അത് ജയിക്കുന്ന ആൾ സെമിയിൽ തോൽക്കുന്ന ആളുമായിട്ട് മത്സരിക്കുന്നു. അങ്ങനെയാണ് റപ്പാഷ അവർ ഫൈനലിൽ കിടക്കുക. അങ്ങനെ വരുന്ന 2 പേർക്കും വെങ്കല മെഡൽ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ സംബന്ധിച്ചോളം ഒരു മത്സരം കഴിഞ്ഞാൽ ഉടനെ എങ്ങനെ അറിയാൻ പറ്റും അന്തിം പങ്കലിന് താൻ റപ്പാഷാസ് റൗണ്ടിൽ ഉണ്ടെന്ന്? അന്തിം പങ്കലിനെ തോപ്പിച്ച താരം ഫൈനലിൽ കടന്നാൽ മാത്രമേ അത് ഉറപ്പാകത്തുള്ളൂ. ഇതിന്ന് വ്യക്തമല്ല. ആണെങ്കിൽ ഓക്കെ, അല്ലെ ആയിക്കോട്ടെ. പക്ഷെ റപ്പാഷാസ് പിന്നെ ഫൈനൽ മത്സരത്തിന് മുമ്പാണ് നടക്കേണ്ടത്. അപ്പോൾ അവർ ഇന്നലെയാണ് പുറത്തായെങ്കിൽ ഇന്നാണ് ഫൈനൽ, ഇന്ന് തന്നെയാണ് റപ്പാഷാസും നടക്കുന്നത്. അപ്പോൾ അന്ന് 3 മത്സരങ്ങളിൽ അവർ പങ്കെടുക്കണം. 3 ആദ്യത്തെ റൗണ്ടിൽ തോറ്റോണ്ട് 2ാമത്തെ റൗണ്ടിലായിട്ട് മത്സരിക്കണം ക്വാർട്ടറിൽ തോറ്റ ആളുമായിട്ട്. അത് ജയിച്ചാൽ മാത്രമേ സെമി ആയിട്ടുള്ള, അത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ മെഡലാണ്. അപ്പം 2 വെങ്കലാണ് റെസ്ലിംഗിൽ കിട്ടുന്നത്. അപ്പോൾ മറ്റ് 2 മത്സരങ്ങളുടെ കഴിയാതെ എങ്ങനെ ഒരാൾക്ക് താൻ റപ്പാഷാസ് റൗണ്ടിൽ തനിക്ക് അവസരം ഉണ്ടെന്ന് അറിയാൻ പറ്റും എന്നുള്ളതാണ് എന്റെ സംശയം. നമ്മള് വിനേഷ് ഫോഗട്ടിനെ എന്ന് പറയുമ്പോൾ അതിനകത്ത് അതും ഒരു അങ്ങനെയാണോ അത് കൈകാര്യം ചെയ്യേണ്ടത്? ഇതിൽ ഇവരുടെ കോച്ചും മറ്റ് അംഗങ്ങളും ഒക്കെ ഉണ്ടല്ലോ, സപ്പോർട്ടിംഗ് സ്റ്റാഫും. ഈ കോച്ചിനൊക്കെ ഇതിൽ ഒരു റോളും ഇല്ല എന്നാണോ, അല്ലെങ്കിൽ കോച്ചിന്റെ നിർദ്ദേശപ്രകാരമാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതെന്താണ് സംഭവിക്കുന്നത്? ഒരു ഒളിമ്പിക്സ് പോലെയുള്ള ഒരു ഏറ്റവും വലിയ ഒരു മത്സരമാണ്. അതിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ പോയിരിക്കുന്നവരാണല്ലോ. അതെ, 470 കോടിയാണ് ഈ പാരീസ് ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് മുടക്കിയത്. ഇവർക്കുള്ള എക്സ്പോഷർ ട്രിപ്പ്, ഇവരുടെ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ എക്സ്പീരിയൻസിനെല്ലാം വേണ്ടിയിട്ട് മുടക്കിയത്. പക്ഷേ അതിനൊപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഓരോന്നും ഇങ്ങനെ കേൾക്കുന്നത്. ഇവർക്ക് വ്യക്തമായ ധാരണ ഓരോ ഒളിമ്പിക്സിന് പോകുന്ന ഓരോ താരത്തിനും വേണ്ടി ഒരാളെ ഇങ്ങനെ അക്രഡിറ്റേഷൻ, ഈ ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, ഇതിനൊക്കെ വിസ എന്ന് പറയുന്നത് അക്രഡിറ്റേഷൻ കാർഡ് തന്നെയാണ്. അപ്പോൾ അക്രഡിറ്റേഷൻ റദ്ദായ ആ സമയത്ത് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വിസ ക്യാൻസൽ ആവുകയാണ്, നമ്മൾ തിരിച്ചു പോരണം. ഇതിനകത്തിപ്പോൾ ക്യാൻസൽ ആയിട്ടില്ല എന്നാണ് IOAയുടെ വിശദീകരണമെങ്കിൽ നമ്മളത് വിശ്വസിക്കണം. കാരണം അതായിരിക്കും. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വാർത്ത വന്നു, അത് ആര് കൊടുത്തു, അതൊക്കെ വെറുതെ അങ്ങനെ ഒരു വാർത്ത വരുമോ? അല്ലെങ്കിൽ വന്നെങ്കിൽ എന്തുകൊണ്ട് അന്നേരം ക്ലാരിഫൈ ഇതിപ്പോൾ നേരത്തെ വന്നല്ലോ, ഈ വാർത്ത വന്നിട്ട് ഒത്തിരി നേരമല്ല, ഇപ്പോഴല്ലേ ക്ലാരിഫിക്കേഷൻ വരുന്നത്, എന്താണ് അങ്ങനെ സംഭവിച്ചത്? അന്തിം പങ്കലിന് തന്നെ അറിയാമല്ലോ, അല്ലെ കോച്ച് മാനേജറേക്ക് അറിയണ്ടേ ഒരാൾ പോയത്, ഒരാൾ എന്താ ചെയ്തെന്നുള്ളത്? അതിന് ചെഫ് ഡിവിഷൻ ഉണ്ടല്ലോ, ചെഫ് ഡിവിഷൻ്റെ അനുവാദം കൂടാതെ കാര്യങ്ങളൊന്നും നടക്കത്തില്ലല്ലോ. ഇതൊക്കെ അറിയേണ്ടവരല്ലേ, അവരെല്ലാവരും പരിചയസമ്പന്നരല്ലേ? അതെ അതെ. ഇപ്പോൾ ഇപ്പം നമ്മൾ ഈ സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ കാര്യം നേരത്തെ താങ്കൾ പറയുന്നുണ്ടായിരുന്നു. ഒട്ടേറെ അംഗങ്ങളുമായി പോവുകയാണ്. അതിൽ ഈ പറയുന്ന ഫിസിയോ ഉണ്ട്, കോച്ചുണ്ട്, കൂടാതെ ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്, ഇങ്ങനെ കുറേ ആളുകൾ പോവുകയാണ്. ഇപ്പം ഇവർക്കൊന്നും
എന്തുകൊണ്ട് ഇതിലൊരു കരുതലെടുക്കാൻ പറ്റാതെ പോയി വിനേഷിന്റെ കാര്യത്തിൽ എന്നുള്ള ചോദ്യം. അതിൽ ഇപ്പോൾ സൈന നെഹ്വാൾ പറയുന്നത് ഞാൻ വായിച്ചു. അവർ പറയുന്നത് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് വിനേഷ് ഫോഗട്ടിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നാണ്. താങ്കളുടെ അതിലൊരു ടേക്ക് എന്താണ് ശ്രീ സനിൽ പി തോമസ്? വിനേഷ് ഫോഗട്ടിന് ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, കാരണം അവർ മത്സരിക്കുന്ന ഒരാളാണ്. അവർ ആദ്യമായി അല്ല മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അവരുടെ തലയിലുള്ളത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. അല്ല, അത് സൈന നെഹ്വാൾ പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യമുണ്ട്. ഇവരത് അറിഞ്ഞിരിക്കേണ്ടതാണ്, ഈ കാര്യങ്ങൾ അവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷേ ഒരു താരത്തിന് എത്രത്തോളം തൻ്റെ ഭക്ഷണം ഇന്നത് മതി അല്ലെങ്കിൽ ആ ദിവസം എന്ന് തീരുമാനിക്കാൻ പറ്റും? അവർ മത്സരത്തിലല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, മറ്റുള്ള കാര്യങ്ങൾ നോക്കാനല്ലേ മറ്റുള്ളവരെ വിടുന്നത്. സൈന വിചാരിക്കുന്ന ബാഡ്മിൻ്റൺ പോലെ അല്ലല്ലോ ഇത്. ഈ ഒരു കാര്യം ഇതിനകത്ത് വെയിറ്റ് പോലെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടല്ലേ. സൈന ബാഡ്മിൻ്റൺ അല്ലായിരുന്നോ? ഇത് ഇതിന് വെയിറ്റ് ലിഫ്റ്റിങ്, ബോക്സിങ്, റെസ്ലിംഗ് ഒക്കെ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ അല്ലേ. അപ്പോൾ അത് വ്യത്യസ്തമല്ലേ. അപ്പം ഇപ്പം തന്നെ സൈന അത് പറയുന്നു. പ്രകാശ് പദുക്കോൺ പറഞ്ഞ എന്താണ്, താരങ്ങളുടെ അശ്രദ്ധയെക്കുറിച്ചല്ലേ പ്രകാശ് പദുക്കോൺ പറഞ്ഞത്. അതിനെതിരെ അശ്വിനി രംഗത്ത് വന്ന് പ്രകാശ് പദുക്കോണിനെ വിമർശിച്ചുകൊണ്ട്. അതെന്താ സൈന വായിക്കാഞ്ഞത്? അതെ, പക്ഷേ അതിന് ഒപ്പം തന്നെ ഇപ്പം നമ്മൾ ഈ അന്താരാഷ്ട്ര തലത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള പല ഗുസ്തി താരങ്ങളൊക്കെ ചില കാര്യങ്ങൾ ഇതിൽ മാറ്റം വേണമെന്ന് തന്നെ പറയുന്നതും നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ 2-ാം ദിവസത്തെ വെയിങ്ങിൽ അതിൽ 1 കിലോഗ്രാം വരെയൊക്കെ അലവൻസ് കൊടുക്കാൻ തയ്യാറാകണം. കൂടാതെ ഭാരമെടുക്കുന്ന സമയം അതിൽ മാറ്റം വരുത്തണം. സെമി ഫൈനൽ ജയിക്കുന്നവർക്ക് ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ ഉറപ്പാക്കണം. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമാക്കി തന്നെ, അതായത് ഈ കർക്കശമായ നിയമങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചില കാര്യങ്ങൾ ഈ ഗുസ്തി താരങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് കൂടി പ്രധാനപ്പെട്ടവർ രംഗത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയും കാണുന്നുള്ളൂ. അപ്പോൾ അതിലൊക്കെ ഒരു പൊളിച്ചെഴുത്ത് വേണം എന്നതിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങേണ്ടതുണ്ടോ സനൽ? അതെ, തീർച്ചയായിട്ടും. അതായത് UWW ഒരു റീതിങ്കിങ്ങിൻ്റെ സമയമായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ജോർദാൻ ബുറോസ്, US-ൻ്റെ ജോർദാൻ ബുറോസ് പറഞ്ഞത് വളരെ കാര്യമായിട്ട് പുള്ളി പറയുന്നുണ്ട്. ഇപ്പോൾ അനുജ പറഞ്ഞതുപോലെ 2-ാമത്തെ ദിവസത്തിൻ്റെ വെയിറ്റിനകത്ത് ഒരു ചെറിയ എക്സെപ്ഷൻ കൊടുക്കണം, 100 ഗ്രാമിൻ്റെ കൊടുക്കണം. അതുപോലെ തന്നെ ടൈം, ഇതിപ്പോൾ ആദ്യത്തെ ദിവസം 30 മിനിറ്റും 2-ാമത്തെ ദിവസം 15 മിനിറ്റുമാണ് വെയിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ആ 15 മിനിറ്റ് കൂട്ടണം എന്നൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ബാക്കി ഇപ്പോൾ നമുക്ക് പറ്റി ഡോപ്പ് ടെസ്റ്റിൽ ഒരാൾ പരാജയപ്പെട്ടാൽ തന്നെ അയാളുടെ ജീവിതകാലം മുഴുവനുള്ള മെഡലല്ലല്ലോ തിരിച്ചെടുക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യത്തെ ദിവസം ശരിക്കും യോഗ്യതയോടുകൂടി തന്നെയാണ് മത്സരിച്ചത്. 3 മത്സരം ജയിച്ച് ഫൈനലിലെത്തി. അപ്പോൾ അഷ്വേർഡാണ് സിൽവർ മെഡൽ. ആ അഷ്വേർഡ് ആയിട്ടുള്ള സിൽവർ മെഡൽ ഒരു നിയമത്തിൻ്റെ പേരിൽ റദ്ദാക്കപ്പെടുന്നത്. ആ നിയമം മാറ്റണമെന്നുള്ളതാണ് ഇവരൊക്കെ ആവശ്യപ്പെടുന്നത്. അതിനകത്ത് കുറച്ച് കാര്യം ഇല്ലാതില്ല. ഈ റെസ്ലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ചില രസകരമായ ഇതുണ്ട്. അതായത് 6 മിനിറ്റാണല്ലോ റെസ്ലിംഗ്, ഇടയ്ക്ക് 30 സെക്കൻഡാണ് ഇൻ്റർവെൽ കൊടുക്കുന്നത്. ഈ 6 മിനിറ്റിനിടയ്ക്ക് ഒരു അപ്പീൽ വന്നു കഴിഞ്ഞാൽ ആ അപ്പീൽ തള്ളിക്കളഞ്ഞാൽ എതിർ ടീമിന് 1 പോയിന്റ് കൊടുക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് റെസ്ലിംഗ് ഫെഡറേഷൻ്റെ ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തെരുതെരെ അപ്പീൽസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാത്തിനകത്തും ഒരു ചലഞ്ച്, ഇപ്പോൾ ബാഡ്മിൻ്റനകത്ത് 2 ചലഞ്ചാണ് അനുവദനീയം. അപ്പോൾ ആ ചലഞ്ച് ഒരു ചലഞ്ചെങ്കിലും കൊടുക്കേണ്ട ഒരാൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചിലപ്പം ഇത് കളി കുറച്ചുകൂടെ സുഗമമാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് ചെയ്തത്. എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ഒരു റീതിങ്കിങ് ആവശ്യമില്ലേ. പ്രത്യേകിച്ച് ഈ 2-ാം ദിവസത്തെ വേയിങ്, ആദ്യത്തെ ദിവസം വേ ചെയ്ത ആൾ 2-ാമത്തെ ദിവസത്തിൽ പോകുമ്പോഴത്തേക്ക് ആയിക്കോട്ടെ, നമ്മൾ നിയമം അനുസരിക്കുന്നു തന്നെ വിചാരിക്കുക. 100 ഗ്രാം കൂടിപ്പോയി, അത് തെറ്റാണ്, നമ്മൾ ഡിസ്ക്വാളിഫൈഡായി. പക്ഷേ എന്തുകൊണ്ട് തലേദിവസം അഷ്വേർഡായ സിൽവർ കൊടുക്കുന്നില്ല? ഇപ്പോൾ ഇവിടെ സിൽവർ കൊടുക്കാതെ സെമി ഫൈനലിൽ കടന്ന ആളിനെ സെമി ഫൈനലിൽ വിനേഷിനോട് തോറ്റ ആളിനെ ഫൈനലിലേക്ക് കടത്തി വിട്ടിരിക്കുകയാണ്. അപ്പോൾ 1 സ്വർണ്ണം 1 വെള്ളി 2 വെങ്കലമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ 1 മെഡൽ ഇനിയിപ്പോൾ അടുത്ത വെങ്കലം ആർക്ക് കൊടുക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴാണല്ലോ റീതിങ്കിങ്ങും മറ്റേ നിയമങ്ങൾ നമ്മൾ മാറ്റുന്നത്. ഒരു നിയമവും പൊളിച്ചെഴുതാൻ പറ്റാത്തല്ലോ. ഇത് കാര്യമായി ചർച്ച ചെയ്ത് അത് വളരെ ആധികാരികമായിട്ട് പറയാൻ കഴിവുള്ളവരല്ലേ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 6 തവണ ലോക ചാമ്പ്യനായ ഒരു ഒളിമ്പിക് സ്വർണം നേടിയ അമേരിക്കൻ താരമാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്, പരസ്യമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് മാറ്റേണ്ട കാലമായിരുന്നു. അതൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതല്ലേ UWW. അതെ, ഞാൻ താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് ഗുസ്തി രംഗത്ത് നിന്ന് വരുന്ന വാർത്ത തന്നെയാണ്. 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അമൻ സെറാവത്ത് സെമിയിൽ 12-0 അൽബേനിയൻ താരത്തെ തോൽപ്പിച്ച് മിന്നും നേട്ടം സ്വന്തമാക്കി. സെമിയിൽ ജയിച്ചാൽ അവന് മെഡൽ ഉറപ്പിക്കാം. അനിൽ വാസുദേവ് വിവരങ്ങളുമായി. അനിൽ, ഇപ്പം നമ്മൾ അവിടെ നിന്നൊരു നല്ല വാർത്ത വന്നിരിക്കുന്നു, വിശദാംശങ്ങൾ. തീർച്ചയായും ഇന്നലെ എല്ലാം കൊണ്ടും ഒരു നിരാശപ്പെടുത്തുന്ന ദിനമായിരുന്നു. തൊട്ടതെല്ലാം പിഴച്ചു. വിനേഷിൻ്റെ അയോഗ്യത,
പിന്നാലെ വന്ന മത്സരങ്ങളിലൊക്കെ തന്നെ നിരാശ. മീരാബായി ചനുവിന് മെഡലില്ല, അവിനാഷ് സാബ്ലയ്ക്ക് മെഡലില്ല. അങ്ങനെ ഒരു ദുരന്ത ദിനമായിരുന്നു ഇന്നെങ്കിൽ ഇന്ന് ചെറിയൊരു പ്രതീക്ഷ വരുന്ന ദിവസമാണ്. ആദ്യത്തേത് ആണ് ഇത്. അമൻ സെഹ്റാവത്തിന് ഇപ്പോൾ സെമിയിലേക്ക് മുന്നേറി കഴിഞ്ഞു. അതും ഒരു മിന്നും വിജയത്തോടുകൂടെയാണ്. 12-0 എന്ന സ്കോറിനാണ് അൽബേനിയൻ താരത്തെ തോൽപ്പിച്ചിരിക്കുന്നത്. ചെറിയ സ്കോറല്ല. ഒരു തരത്തിലും ഒരു കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കണ്ടത് 6-0 5-0 ഒക്കെ ആണെങ്കിൽ പോലും ഇത് അതിനപ്പുറത്തേക്ക് വരുന്ന വലിയൊരു വിജയം. ഒരുപക്ഷെ ഇത്തവണ ഗുസ്തി താരങ്ങളിൽ വലിയ പ്രതീക്ഷയൊന്നും വെക്കാത്ത ഒരു താരമായിരുന്നു അമൻ. ഇല്ലെങ്കിൽ ഇന്ത്യൻ ഈ സംഘത്തിലെ ഏക പുരുഷ താരം കൂടിയാണ് അമൻ. അപ്പോൾ എന്തായാലും അമനിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രകടനം തന്നെ ആരും പ്രതീക്ഷിച്ചല്ല. പക്ഷേ ഒരു ഉഗ്രൻ പ്രകടനം തന്നെയാണ് ഇപ്പോൾ അമൻ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി സെമി പോരാട്ടമാണ്. അത് ഇന്ന് തന്നെ നടക്കുന്നുണ്ട്. ആ മത്സരത്തിൽ ജയിച്ചാൽ നമുക്ക് ഒരു മെഡൽ ഉറപ്പിക്കാം. വിനേഷിലൂടെ നഷ്ടപ്പെട്ട ആ മെഡൽ അമൻ കൊണ്ടുവരുമെന്നുള്ളതാണ് നമ്മൾക്ക് ഇപ്പോൾ പ്രതീക്ഷയാവുന്നത്. അതാണ് 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അമൻ സെറാവത്ത് സെമിയിലേക്ക് എത്തിയിരിക്കുന്നു. 12-0 അൽബേനിയൻ താരത്തെ തോൽപ്പിച്ചു. ഇന്ന് തന്നെ സെമി ഉണ്ടാകും. അതിൽ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മെഡൽ ഉറപ്പിക്കുമെന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന ഒരു സന്തോഷകരമായ വാർത്ത തന്നെയാണ് ഇത് എന്നതിൽ തർക്കമില്ല. തിരികെ ന്യൂസ് ഈവനിങ്ങിലേക്ക് ഞാൻ അനിൽ വാസുദേവിലേക്ക് പോകുന്നു. അനിൽ, ഇപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ കേട്ട വാർത്തയ്ക്ക് പിന്നാലെ വന്നത് ഇതിലൊരു അപ്പീൽ നൽകിയിട്ടുണ്ട് വിനേഷ് എന്നുള്ളതാണ്. അത് രാജ്യാന്തര കായിക കോടതിയിൽ നൽകിയിട്ടുണ്ട്. തനിക്ക് വെള്ളി മെഡൽ നൽകണം, അതിനുള്ള അർഹതയുണ്ട് എന്ന തരത്തിലേക്ക്. അപ്പോൾ അതിലൊരു തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് നമ്മൾ കരുതിയത്. തീരുമാനമുണ്ടാകുമെന്ന് പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? അതായത് ഇന്ന് തീരുമാനം വരുമെന്നാണ് നമ്മൾ വലിയ രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നത്. ആദ്യം പറഞ്ഞിരുന്ന ഒരു സമയം 11 മണി എന്നൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അതുണ്ടായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് പ്രകാരം 5:30 ഒരു പക്ഷേ ഒരു ഇടക്കാല വിധി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതും വളരെ വിദൂരമായ ഒരു സാധ്യതയാണുള്ളത്. ഇതിനകത്ത് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ അപ്പീൽ നൽകിയത് IOA അല്ല, പകരം വിനേഷ് സ്വന്തമാകുന്ന തരത്തിലാണ്. 2 തരത്തിലാണ് അപ്പീൽ നൽകാനാവുക. ഒന്ന്, IOAക്ക് നേരിട്ട് സമർപ്പിക്കാനാവും. 2, താരത്തിന് ഏതാണോ പരാതിയുള്ള താരം ആ താരത്തിന് നേരിട്ട് സമർപ്പിക്കാവുന്നുള്ളത്. ആ താരത്തിന് വേണ്ടി ഇപ്പോൾ ഫ്രാൻസിലെ ബാർ കൗൺസിലിൽ നിന്നുള്ള 4 അഭിഭാഷകർ ചേർന്നാണ് ഈ പരാതി സമർപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പരാതി ഇന്നലെ തന്നെ സ്വീകരിച്ചതാണ്, അപ്പീൽ സ്വീകരിച്ചതാണ്. ഇതിൽ 2 കാര്യങ്ങളാണ് വിനേഷ് ആവശ്യപ്പെട്ടത്. ആദ്യത്തെ ആവശ്യം ഈ മത്സരം ഫൈനൽ നിർത്തിവെക്കണം എന്നുള്ളതായിരുന്നു, അത് റദ്ദാക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ കോടതി പറഞ്ഞത് അത് അംഗീകരിക്കാനാവില്ല, ഫൈനൽ മത്സരം യഥാസമയം തന്നെ നടത്തും എന്നുള്ളതാണ്. അതിന് പ്രകാരം ഫൈനൽ നടക്കുകയും അമേരിക്കൻ താരം വിജയായി മാറുകയും ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തെ ആവശ്യമുണ്ടായിരുന്നത് ഇനി തന്നെ സിൽവർ മെഡൽ താൻ ഒരുപക്ഷെ ആദ്യം വെയിറ്റ് പരിശോധിച്ചപ്പോൾ താൻ യോഗ്യയായിരുന്നു. രണ്ടാം ഫൈനലിന് മുന്നോടി മാത്രമാണ് ഈ വെയിറ്റിൻ്റെ പ്രശ്നം വന്നത്. അതുകൊണ്ട് വെള്ളി മെഡൽ തനിക്ക് കൂടി നൽകണം എന്നുള്ളതാണ്. ഇപ്പോൾ ഫൈനൽ മത്സരിച്ച തോറ്റ താരത്തിന് വെള്ളി മെഡലുണ്ട്. അതോടൊപ്പം തന്നെ തനിക്കും കൂടി വെള്ളി നൽകണമെന്ന് അക്കാര്യത്തിലാണ് ഇപ്പോൾ തർക്കം നടക്കുന്നത്. ഇക്കാര്യത്തിൽ നോട്ടീസ് അയച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. IOAയ്ക്കും ഒപ്പം തന്നെ അന്താരാഷ്ട്ര ഗുസ്തി ഫെഡറേഷനും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ നോട്ടീസിൽ ഇനി ഇരു കൂട്ടരുടെയും വാദം കേൾക്കും. ഇന്ന് തന്നെ വിനേഷിൻ്റെ വാദം, അതായത് വിനേഷിന് വേണ്ടി വിനേഷിൻ്റെ വാദങ്ങൾ അഭിഭാഷകരായിരിക്കും അറിയിക്കുക. ആ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കും. പിന്നീട് അന്താരാഷ്ട്ര ഗുസ്തി ഫെഡറേഷൻ അവർ കൂടി അവരുടെ തീരുമാനം അറിയിക്കും. ഇന്ന് തന്നെ ഒരു ഇടക്കാല വിധി ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ പറയുന്ന കാര്യം, പാരീസിലുള്ള മാധ്യമപ്രവർത്തകർ പറയുന്ന കാര്യം, ഒരുപക്ഷെ ഇത് ദിവസങ്ങളോളം നീണ്ടുപോയേക്കാം എന്നുള്ള ഒരു ക്ലോസ് കൂടിയുണ്ട്. അതായത് ഇത് ഇന്ന് തന്നെ വിധി പറഞ്ഞോളണം എന്നുള്ള ഒരു എമർജൻസി ആവശ്യമൊന്നുമില്ല. എമർജൻസി ആവശ്യം ഉണ്ടായിരുന്നത് ആദ്യത്തെ ക്ലോസിലായിരുന്നു. അതായത് ഫൈനൽ നിർത്തിവെക്കണം എന്ന കാര്യമായിരുന്നെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ എത്രയും വേഗം തീരുമാനമെടുക്കണമായിരുന്നു. പക്ഷേ അതുണ്ടായിട്ടില്ല. എന്തായാലും ഈ രണ്ടാമത്തെ ക്ലോസിലേക്ക്, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്, സെക്കൻഡ് പാർട്ടിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ ദിവസങ്ങളോളം തീരുമാനം എടുക്കാൻ വേണ്ടി വരും എന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ശ്രീ സനൽ പി തോമസ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ എന്താണ് പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ടത്? ഇതിലെന്തെങ്കിലും തരത്തിൽ പോസിറ്റീവായി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഇതേക്കുറിച്ച് അറിവുള്ളവരൊക്കെ പറയുന്നത്. പക്ഷേ നേരിയ പ്രതീക്ഷയ്ക്കെങ്കിലും വകയുണ്ടോ? ഈ കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ ലൊസാൻ ആസ്ഥാനമായിട്ടുള്ള, അതായത് IOCയുടെ ആസ്ഥാനത്ത് തന്നെയാണ് ഇതും. ആസ്ഥാനം ഒരു സ്ഥലത്ത് തന്നെയാണ്, ലൊസാനിൽ തന്നെയാണ് രണ്ടും. ആസ്ഥാനമായിട്ടുള്ള ആണ് കോടതി, അന്താരാഷ്ട്ര കോടതി സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള. അവിടെ സാധാരണഗതിയിൽ ഒരു റൂൾ ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല. ഡോപ്പിൻ്റെയൊക്കെ കേസൊക്കെ ആണെങ്കിലും അതുപോലെ സമയങ്ങൾ എടുക്കാറുണ്ട്. ഇപ്പം നമ്മുടെ അഞ്ജു ബോബി ജോർജ് തന്നെ പണ്ട് കേസിന് പോയതാണല്ലോ. അവരുടെ കൂട്ടത്തിൽ അന്ന് ആദൻസ് മത്സരിച്ച പലരും, അവർ 3 പേര് കേസിന് കൊടുത്ത, ഇന്ത്യയും ഓസ്ട്രേലിയക്കാർ, അവർ 3 പേര് കേസ് പോയതാണ്. അന്ന് തന്നെ മറ്റുള്ളവർക്ക് ഡോപ്പിൽ പിടിക്കപ്പെട്ടപ്പോൾ തങ്ങൾക്ക് മെഡൽ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്താണ്. അത് എത്രയോ വർഷങ്ങൾ നീണ്ടുപോയി. ഇത് അത്രയും പോകത്തില്ല.
പിന്നെ മത്സരം നിർത്തിവെക്കണമെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കത്തില്ല. കാരണം അത് പിന്നെ ഒളിമ്പിക്സ് പോലെയുള്ളൊരു ഇതിനകത്ത് അങ്ങനെ മത്സരം നിർത്തിവെക്കാൻ പറ്റത്തില്ല. സാധാരണ നമ്മൾ ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടസ്റ്റോട് കൂടി മത്സരിക്കാനായിട്ട് അനുവദിക്കുന്ന ഒരു രീതിയുണ്ട്. ട്രാക്ക് ആൻഡ് ഫീൽഡൊക്കെ നടത്തുന്നുണ്ട്. കാരണം ഗ്രീൻ കാർഡ് കണ്ടാലും മത്സരിക്കാനായിട്ട് അത് പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് മത്സരിക്കാനായിട്ട് അനുവദിക്കുന്ന രീതിയുണ്ട്. ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. കാരണം UWWൻ്റെ നിയമം എതിരായതുകൊണ്ട്. അപ്പോൾ UWWൻ്റെ നിയമം മാറ്റിയാലേ ഇതിനകത്ത് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അതിനകത്ത് എങ്ങനെയാണ് അവരത് എടുക്കുന്നത് കൺസിഡർ ചെയ്യുന്ന അറിയാൻ പറ്റത്തില്ല. ഏതായാലും ഒളിമ്പിക്സിൻ്റെ നടത്തിപ്പിനെ ബാധിക്കുന്ന ഒരു തീരുമാനം ഒരിക്കലും ഇതിനകത്തൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ അതെ, ഇപ്പോൾ ഇതില് ഇന്നലെ പ്രധാനമന്ത്രി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനോടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ശ്രീ സനൽ പി തോമസ്, ഈ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യണം എന്ന്. പക്ഷെ അപ്പോഴും അവർ അതിൽ അപ്പീലിന് പോയിട്ടില്ല. ഇതിൽ നമ്മൾ PT ഉഷ എന്ന കായിക താരത്തേക്ക് നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ IOയുടെ ഈ കാര്യത്തിലൊക്കെ അവരെടുത്തിരിക്കുന്ന നിലപാട് എന്താണ്? താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇതിൽ ഒരു പിന്തുണ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അങ്ങനെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? എന്തുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല? പ്രയോജനമില്ല എന്നറിയാമായതുകൊണ്ടാണോ എന്നൊന്നും ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഇതിങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത്? ഇത്തരത്തിലേക്കൊരു പിന്തുണയാണോ അവർക്ക് കൊടുക്കേണ്ടിയിരുന്നത്? അതായത് പ്രധാനമന്ത്രി PT ഉഷയോട് ശക്തമായി ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ IOയുടെ റിലീസ് പുറത്തു വന്നു. ഗഗൻ നാരംഗമിട്ടാണ് റിലീസ് പുറത്തിറക്കിയത്. അതിനകത്ത് അയോഗ്യത കൽപ്പിച്ചു, താരത്തെ ഞങ്ങൾ അറിയിച്ചു, ഞങ്ങൾ മറ്റു മത്സരങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നാണ് റിലീസിനകത്ത് പറഞ്ഞത്. അതിനുശേഷമാണ് പ്രധാനമന്ത്രി പറയുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി പറയുന്നതിന് മുമ്പ് തന്നെ അവർ റിലീസ് ഇറക്കിക്കഴിഞ്ഞു. അവരുടെ ഭാഗം വിട്ട് അവരുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒക്കെ തന്നെയാണ് അതിനകത്തുള്ള അനാസ്ഥ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും IOയെ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞ സ്ഥിതിക്കെങ്കിലും IOയെ തന്നെയല്ലേ കേസിന് പോകേണ്ടത്, കോടതി പോകേണ്ടത്. അത് അവർ ചെയ്തില്ലല്ലോ. ഇപ്പം വിനേഷ് തന്നെയാണ് പോയെന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. വിനേഷിന് വേണ്ടിയിട്ടാണ് 4 അഭിഭാഷകർ, ഫ്രഞ്ച് അഭിഭാഷകർ കേസിന് പോയിരിക്കുന്നതാണല്ലോ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് IOയെ കുറെ കൂടെ ശക്തമായിട്ട് അതിനകത്ത് ഇടപെടേണ്ടതായിരുന്നു. മാത്രമല്ല IOCയിൽ നമുക്ക് മെമ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, ആജീവനാന്ത മെമ്പറുണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുണ്ട്. ഇവരൊക്കെ എന്തുകൊണ്ട് ടേക്കപ്പ് ചെയ്യുന്നില്ല? അവരുടെ ആരുടെ ഒരു ഇത് ഇതുവരെ കണ്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് അവർക്കൊന്ന് പറഞ്ഞു ഇതിനകത്തൊരു ഇത് ചോദിച്ചുകൂടാത്തത്? എന്തുകൊണ്ട് അവർ ഈ എക്സിലൊക്കെയുള്ള പിന്തുണ നമ്മൾ കാണുന്നുണ്ട്. ചാമ്പ്യന്മാരിലെ ചാമ്പ്യനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പിന്തുണയും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും എന്താണ് രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് വേണ്ടി ചെയ്യുന്നത്? ഇപ്പോൾ ഓരോ ഇന്ത്യക്കാരനും ഇതിനെക്കുറിച്ച് നമുക്കിതൊന്നും കൂടുതൽ ചിന്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇന്നലെ നടന്നത് എന്താണ്? ഇന്നലെ നമ്മൾ അവിടെ നിന്ന് കേട്ട വാർത്ത അത് നമ്മൾ ഇനി അത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു രാജ്യം എന്ന നിലയിൽ ഇതാണോ ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള ചോദ്യം അത് വീണ്ടും വീണ്ടും ഉയർന്നു വരികയാണ്. സനൽ പി തോമസ്, അത് ഇങ്ങനെയല്ല എന്ന് തന്നെയാണ് എനിക്ക് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ആയിരുന്നില്ല അത് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നതെന്ന് തന്നെയാണ്. ഇപ്പോൾ വിനേഷ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അന്താരാഷ്ട്ര കായിക കോടതിയിലേക്ക് ഇതിങ്ങനെയാണോ മറ്റേതെങ്കിലും രാജ്യമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ആകുമോ ചെയ്യുക എന്ന ചോദ്യം. അതുപോലെ ഇവർക്ക് ഇപ്പോൾ ഈ കൂടെയുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫ് അതൊക്കെ ആര് നിയമിക്കുന്നതൊക്കെ ഈ പറയുന്ന ബ്രിജ്ഭൂഷന്റെ സഞ്ജയ് സിംഗിന്റെ കുറെ ആളുകളും ഒക്കെ ചേർന്ന് ആരെയൊക്കെയോ നിയമിക്കുകയാണ്. അതാണ് അവർ ആ വിശ്വാസമില്ലായ്മയൊക്കെ കാണിച്ചത്. കഴിഞ്ഞ വർഷം ഒക്കെ അവർ വലിയ പോരാട്ടം നടത്തി ഇവർക്കെതിരെ. എന്ത് കാര്യത്തിനാണ്? അപ്പോൾ അവർക്ക് ആ സമയത്ത് കിട്ടിയ പിന്തുണ എന്താണ്? ഇതിൽ ഈ സപ്പോർട്ടിംഗ് എന്നുള്ളത് ചുമ്മാ ലിറ്ററലി പറഞ്ഞിട്ട് കാര്യമല്ലോ. ഒരു സപ്പോർട്ടും ഇല്ലാത്ത കുറേ സപ്പോർട്ടിംഗ് സ്റ്റാഫിനെയും കൊണ്ടുപോകുന്നു. ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറയുന്നവരുടെ യോഗ്യത എന്താണ് എന്നൊക്കെയുള്ള കാര്യത്തിലൊക്കെ സംശയം. ഇതെല്ലാം ഇപ്പോൾ ഇങ്ങനെ പുറത്തു വരികയാണ്. ഏപ്രിൽ മാസത്തിൽ ഇവരിത് പറഞ്ഞ കാര്യമാണ്, എനിക്ക് പേടിയാണ് എന്ന്. അപ്പം നമ്മൾ എന്തിലാണ് ഒരു വിശ്വാസം അർപ്പിക്കേണ്ടത് സനൽ പി തോമസ്? ഇത് നമുക്കൊരു ശരിയായൊരു പോളിസി ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള പ്രശ്നം. നമ്മൾ 470 കോടി മുടക്കി എക്സ്പോഷർ കൊടുത്തു എന്നതിനപ്പുറം നമുക്കൊരു വ്യക്തമായ പോളിസി ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു പരിധിക്ക് അവർ സർക്കാരിന് ഇടപെടാൻ പറ്റത്തില്ലാത്തൊരു പ്രശ്നമുണ്ട്. അത് ഒളിമ്പിക് ചാർട്ടർ അനുസരിച്ച് ഇപ്പോൾ തന്നെ ഇന്ത്യൻ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സസ്പെൻഡ് ചെയ്തിരിക്കുകയായിരുന്നു കേന്ദ്ര സ്പോർട്സ് മന്ത്രാലയം. പക്ഷേ അവരെങ്ങനെയോ UWനെ സ്വാധീനിച്ച് അവരുടെ സസ്പെൻഷൻ റദ്ദാക്കിയതിന് ശേഷം പിന്നീട് ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാര്യത്തിൽ. കാരണം നിസ്സഹായരാണ് അവർ. കാരണം അല്ലെങ്കിൽ അത് ഒളിമ്പിക് ചാർട്ടറിൻ്റെ ലംഘനമാവും, നമുക്ക് പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇപ്പോൾ തന്നെ ബോക്സിങ്ങിൻ്റെ സ്ഥിതി അറിയാമല്ലോ. IOC നേരിട്ടാണ് ബോക്സിംഗ് ഇത്തവണ നടത്തുന്നത്. അടുത്ത ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിന് മുമ്പ് ഇന്റർനാഷണൽ ബോക്സിംഗ് ഫെഡറേഷൻ അതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ 2ആണത് പരിഹരിച്ചില്ലെങ്കിൽ അടുത്ത ഒളിമ്പിക്സിൽ ബോക്സിംഗ് കാണത്തില്ല എന്നുള്ള മുന്നറിയിപ്പ് IOC നൽകിക്കഴിഞ്ഞു. അപ്പോൾ അതാണ് സ്ഥിതി. അപ്പോൾ എല്ലായിടത്തും ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം
ഈ ഇവരെ UWWൻ്റെ അംഗീകാരം തിരിച്ചു വാങ്ങിയതോടുകൂടി റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ തീരുമാനങ്ങളിൽ കൈകടത്താനായിട്ട് സർക്കാരിന് സാധിക്കത്തില്ല. അതൊരു സത്യമാണ്. പക്ഷേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആളുകൾ ഇവർ സ്പോർട്സ് അറിയണമെന്നൊന്നുമില്ല. അവരുടെ അകത്ത് കയറി വരുന്ന ആളുകളായിരിക്കും എപ്പോഴും കൂട്ടത്തിൽ പോകുന്ന പല ഒഫീഷ്യൽസും. ആ കൂടെ ഇപ്പോൾ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് തന്നെ 2018 ജക്കാർത്ത ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ചെഫ് ഡിവിഷനായിരുന്നു. ഇന്ത്യൻ സംഘത്തിൻ്റെ തലവനായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഇത്തവണ ഹാങ്ജോയ് വന്നത് ബജ്വ എന്ന് പറയുന്ന ആളായിരുന്നു വുഷു അസോസിയേഷൻ്റെ. അദ്ദേഹത്തിന് സ്പോർട്സ് അറിയാമായിരുന്നു എന്നൊരു ഗുണമുണ്ടായിരുന്നു. അത് സ്പോർട്സിനെ കുറിച്ച് വളരെ ആധികാരികമായി അദ്ദേഹം സംസാരിക്കുമായിരുന്നു. അപ്പം അതുപോലും ചെയ്യാത്ത ആളുകൾ എങ്ങനെ ഇതിനകത്തൊക്കെ വരുന്നു, സംഘത്തലവനാകുന്നു. ബ്രിജ്ഭൂഷണോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പകരം പാട്ടുപാടി കേൾപ്പിക്കുമായിരുന്നു. ചോദ്യത്തിന് മറുപടി പറയത്തില്ലായിരുന്നു, ഇതിൽ പാട്ടുപാടുമായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പം ആലോചിച്ച് നോക്കുക നമ്മുടെ സ്പോർട്സ് ഇപ്പോഴും എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത്. അപ്പം നമുക്കൊരു പ്രൊഫഷണലിസം ഇല്ല. ഇങ്ങനെയാണ് വിദേശ രാജ്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടെ ഇതൊരു സമ്മതിക്കുമോ? അവിടെ അവരല്ലേ തീരുമാനിക്കുന്നത്. അവരുടെ അസോസിയേഷനിലൊക്കെ എത്ര പ്രൊഫഷണലായിട്ടാണ് അവർ ആളുകളെ വെക്കുന്നതെന്ന് ഉറപ്പ് നോക്കണം. നമ്മുടെ ഇവിടെ പ്രൊഫഷണലിസം ഫെഡറേഷൻ വന്നത് എങ്ങനെയാണ്? പ്രകാശ് പതുക്കോണൊക്കെ ബാഡ്മിൻ്റൺ ഒരു പുതിയ ഇതുണ്ടാക്കിയപ്പോഴത്തേക്ക് ഇവരെ വെല്ലുവിളിച്ചപ്പോഴത്തേക്ക് ചലഞ്ച് ചെയ്തപ്പോഴത്തേക്കല്ലേ മാറ്റങ്ങൾ ഒരു തുടക്കമെങ്കിലും ഉണ്ടായത്. ഇപ്പോൾ കാസ്പ്രോ ചെസ്സിൽ പ്രൊഫഷണലിസം കൊണ്ടുവന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ അത്തരം ഒരു മാറ്റത്തിന് സമയമായി. അതിനകത്ത് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു സിസ്റ്റം. അതെ, മറ്റൊന്ന് ഇപ്പോൾ ഇതിന്റെ ഒരു സ്ട്രാറ്റജി പിഴച്ചു എന്ന് ചില വിദഗ്ധർക്ക് കഴിഞ്ഞ ദിവസം പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ശ്രീ സനൽ പി തോമസ്. അതായത് ഇപ്പൊ ഇതിൽ കരുതിയിരുന്നത് ഇങ്ങനെയാണ്, ഇപ്പൊ ജപ്പാൻ താരം തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല, അവർ ജയിക്കുന്നു. അങ്ങനെ ജയിക്കുമ്പോൾ വിനേഷിന് കൂടുതൽ സമയം കിട്ടും വെയിറ്റ് കുറയ്ക്കാൻ. ഒരു ദിവസവും ഒരു നൈറ്റും പൂർണ്ണമായിട്ടും കിട്ടുന്നു. പിന്നെ അടുത്ത ബൗട്ട് വരുമ്പോൾ മറ്റ് രണ്ടുപേരെയും തോൽപ്പിക്കാം. അപ്പോൾ ഒരു ബ്രോൺസ് മെഡൽ എന്നുള്ളതായിരുന്നു ഇതിൽ ഇവരൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്. അത് കൂടെയുള്ള കോച്ചാണെങ്കിലും മറ്റ് ആരാണെങ്കിലും ഈ തരത്തിലേക്കൊരു സ്ട്രാറ്റജിയുമായി അവർ പോവുകയാണ്. പക്ഷെ വിനേഷ് ആകട്ടെ സ്വർണം എന്നുള്ള എയിമിൽ പോകുന്നു. അപ്പോൾ ഇവിടെയും ഒരു വലിയ പാളിച്ച വന്നിരിക്കുന്നു. ആ പാളിച്ചയുടെ ഉത്തരവാദിത്വം ആർക്കാണ്? സനൽ, ഇത് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നതാണ്. ഞാനത് താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. അല്ല, അതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനേഷല്ലേ തീരുമാനിക്കേണ്ടത് എനിക്ക് മെഡൽ വേണമെന്നുള്ള. വിനേഷിൻ്റെ അല്ലേ എയിം, അല്ലാതെ മറ്റവരല്ലോ തീരുമാനിക്കുന്നത് എനിക്ക് മെഡൽ മതി. ഒരാൾക്ക് വെള്ളി കിട്ടാൻ യോഗ്യതയുള്ള താൻ ബ്രോൺസ് കിട്ടിയാൽ മതി എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഒരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ജപ്പാൻ താരത്തിൻ്റെ റെയിനിങ് ചാമ്പ്യനാണ്, ഇതാണ് ലോക 3 തവണ നേടിയിട്ടുണ്ട്. ഇത് അങ്ങനെയുള്ള ഒത്തിരി ഇതൊക്കെ ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നമുക്ക് മാറ്റി വെക്കുക. ആ ദിവസത്തെ ആ താരത്തിൻ്റെ ഫോം പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ? അത്രയല്ലേ ഉള്ളൂ ഇതിനകത്ത് കാര്യം. ഇപ്പം മീരാബായ് ചാനു, ഇന്നലെ നമ്മൾ കണ്ടല്ലോ മീരാബായ് ചാനുവിൻ്റെ കാര്യം. മീരാബായ് ചാനുവിന് സ്നാച്ചിനെക്കാട്ടിലും കൂടുതൽ കേപ്പബിലിറ്റി ഉള്ളത് ക്ലീൻ ആൻഡ് ജെർക്കിലാണ്. അപ്പോൾ 88 സ്നാച്ചിൽ കിട്ടിയപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അവർ 113 അല്ല 115 117 ക്ലീൻ ആൻഡ് ജെർക്കിൽ എടുക്കുമെന്നാണ് ധരിച്ചിരുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ മെഡൽ കിട്ടിയേനെ. 200 ക്രോസ് ചെയ്താലേ മെഡൽ കിട്ടത്തുള്ളൂ. അപ്പം അല്ലാതെ അവർക്ക് 200 ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. സ്നാച്ചിൽ എത്രയുള്ളൂ അല്ലെ ക്ലീൻ ആൻഡ് ജെർക്കി അങ്ങനെ തീരുമാനിക്കാൻ കോച്ചിന് അവർക്ക് അധികം അവകാശമില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ശരിയാണോ? വിനേഷ് ഫോഗട്ടിൻ്റെ തീരുമാനം, വിനേഷ് ഫോഗട്ടിലെ തീരുമാനിക്കേണ്ടത് ഏത് മെഡലാണ് കിട്ടേണ്ടത്, അല്ലെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വെങ്കലം നേടുക എന്നുള്ളതല്ലായിരുന്നു. ഇപ്പം ജപ്പാൻ താരത്തിനോട് നമ്മൾ തോറ്റുപോകുമെന്നൊക്കെ നമ്മൾ കണക്കാക്കുന്ന വളരെ ബാലിശമായ ചിന്തകളല്ലേ അത്. കാരണം അങ്ങനെ ചിന്തിക്കാം നമുക്ക്. അവരുടെ ഫോം നോക്കണ്ടേ ആ ദിവസത്തെ. നമ്മളെങ്ങനെ അറിയുന്ന അവർ നല്ല ഫോമിലല്ല ആണോ ഇല്ലയോ എന്നുള്ള വിവരം. പക്ഷെ അവരായിരുന്നു അപ്പർ ഹാൻഡ്. ലാസ്റ്റ് മൊമെന്റിലാണ് അവസാനത്തെ ഒരു 20 സെക്കൻഡ് 25 സെക്കൻഡിലാണ് വിനേഷ് ജയിച്ചത്. അതെ, ഇപ്പൊ അത് കൂടാതെ ഇപ്പൊ മറ്റൊരു അഭിപ്രായം ഞാൻ കണ്ടത് 2.7 കിലോയുടെ വർധനയാണ് അവർക്ക് ഉണ്ടായത് ഇതിന് ശേഷം. പക്ഷേ അവിടെ 1.5 കിലോയുടെ വർധനയാണ് ഉണ്ടാകേണ്ടിയിരുന്നത് ആഫ്റ്റർ ദ റിക്കവറി മീൽ എന്നാണ് ഞാൻ കണ്ടത്. പക്ഷെ അവിടെ റോങ് കാൽക്കുലേഷൻ ആയിപ്പോയി. അതാണ് 2.7 കൂടിയത്. അത് ആരുടെ പിഴവാണ്? അതൊന്നും ഈ വിനേഷിന് തലയിൽ കെട്ടിവെക്കുന്നതിനോട്, അങ്ങനെയെങ്കിൽ പിന്നെ ഈ ന്യൂട്രീഷനിസ്റ്റും മറ്റ് സ്റ്റാഫിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതുപോലെ ആൻറ്റിം ആണെങ്കിൽ 48 മണിക്കൂർ നേരം സ്റ്റാർവ് ചെയ്യേണ്ടി വന്നു എന്നാണ് കണ്ടത് ഈ വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി. അവസാനം മത്സര സമയത്തേക്ക് എത്തുമ്പോൾ അവർക്ക് ഊർജമില്ല, അവർ തോറ്റുപോകുന്നു. അപ്പോൾ അതാണ് ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നത്, എന്തിനാണ് ഇത്ര വലിയൊരു സംഘത്തെയുമായി ഇങ്ങനെ നമ്മുടെ ടീം പോയിട്ട് ഈ തരത്തിലേക്ക് കഴിവുള്ള നമ്മളുടെ താരങ്ങളെ ഇങ്ങനെ അവരുടെ മുഴുവൻ മനോവീര്യവും കെടുത്തിക്കളയുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കുന്നത് എന്നതാണ്. ഇതിലൊക്കെ വലിയ പ്രതിഷേധവും വലിയ തീരുമാനങ്ങൾ മാറ്റം ഉണ്ടാവുകയും ചെയ്യേണ്ടത് തന്നെയാണ് എന്നുള്ളതിൽ തർക്കമില്ല. ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്, അഭിനവ് ബിന്ദ്ര വിനേഷിനെ സന്ദർശിച്ച് എല്ലാ പിന്തുണയും അറിയിച്ചു എന്നതാണ്. അനിൽ വാസുദേവ് വിശദാംശങ്ങളുമായി. അനിൽ, പാരീസിൽ സന്ദർശിക്കുന്നു, അപ്പം നമുക്ക് ആ ദൃശ്യം കാണാൻ കഴിയുന്നുണ്ട്. മറ്റ് എന്തൊക്കെയാണ് കൂടുതൽ അവർ എന്ത് തരത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നൊക്കെയുള്ളത്? ഇപ്പോൾ ഈ പിന്മാറാനുള്ള തീരുമാനം, അതിൽ ഒക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അഭിനവ് ബിന്ദ്ര
പങ്കുവച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അഭിനവിനോട് അത്തരം കാര്യങ്ങൾ പറഞ്ഞോ? ഇതൊക്കെ അറിയാൻ കഴിഞ്ഞോ? ഈ ദൃശ്യങ്ങൾ വരുമ്പോൾ ഏറ്റവും സന്തോഷം നൽകുന്നത് ഒരുപക്ഷെ ഈ വിനേഷ് ആശുപത്രി കിടക്കയിൽ നിന്ന് മാറി താരം എഴുന്നേറ്റ് നിൽക്കുന്നു, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായി എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ നമുക്കൊരു സന്തോഷം നൽകുന്ന ഒരു ദൃശ്യമാണ്. കാരണം ഇന്നലെ ആ ആശുപത്രി കിടക്കയിൽ ഒരു ചെറുപുഞ്ചിരിയോടെ വിനേഷിനെ കാണുമ്പോൾ ഒരുപക്ഷെ വലിയ ദുഃഖമുണ്ടാക്കുന്ന ഒരു ദൃശ്യമായിരുന്നു, ഒരു ഫോട്ടോയായിരുന്നു അത്. അതിൽ നിന്ന് മാറി ഇപ്പോൾ കുറച്ചുകൂടെ ഊർജ്ജസ്വലയായി നിൽക്കുന്ന കാഴ്ച ഏതൊരു കായിക പ്രേമിക്കും വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ അഭിനവ് ബിന്ദ്ര സന്ദർശിക്കുകയാണ്. അദ്ദേഹം ഈ ഇന്ത്യൻ സംഘത്തിൻ്റെ ഒപ്പം തന്നെ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഭാഗമായി തന്നെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ചെന്നു ഈ പൂച്ചെണ്ടുകളൊക്കെ കൊടുത്ത് അദ്ദേഹം എൻകറേജ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമത്തിൽ തന്നെ ഇട്ട പോസ്റ്റാണ്, അതിനൊപ്പമുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം എല്ലാ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾ വെറുമൊരു താരമല്ല, നിരവധി താരങ്ങൾക്ക്, കൊച്ചുകുട്ടികൾക്ക് അല്ലെങ്കിൽ വരും തലമുറയ്ക്കൊക്കെ തന്നെ വലിയ പ്രചോദനം നൽകിയ ഒരു താരമാണ്, തുടരണം എന്നുള്ള വാക്കുകൾ തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. ഒപ്പം തന്നെ ഇതിന് താഴെ ധാരാളം കമന്റ് വരുന്നതും അനുജ പറഞ്ഞതുപോലെ തന്നെ വിനേഷിനെ വിരമിക്കൽ തീരുമാനത്തിൽ നിന്ന് പിൻവലിക്കാൻ ആവുന്നതെല്ലാം ചെയ്യൂ എന്നാണ് അഭിനവ് ബിന്ദ്രയോടും അഭ്യർത്ഥിക്കുന്നത്. നമ്മളും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പല തിരിച്ചടികൾ നേരിട്ട ഒരു താരമാണ് വിനേഷ് ഫോഗട്ട്. ഒരുപക്ഷെ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനെ നഷ്ടമാകുന്നു, അമ്മയ്ക്ക് അർബുദം. അവിടെ നിന്ന് ഒരുപക്ഷെ പെൺകുട്ടികളെ പഠിക്കാൻ പോലും വിടാത്ത ഒരു നാട്ടിൽ നിന്ന് ഗുസ്തിയിൽ കഴിവ് തെളിയിച്ച് വിശ്വവേദികളിൽ പോയി തിളങ്ങി ഒളിമ്പിക്സിന് വരുന്ന ഒരു താരത്തിന് ഇനിയൊരു മടങ്ങിവരവ് കൂടി എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാനാവില്ല. ഒപ്പം തന്നെ സൽപി സാറ് നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 2016 ഒരുപക്ഷെ അവരുടെ തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് പോലും ആർക്കും തന്നെ ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ 2019 കായിക ഓസ്കാർ എന്നറിയപ്പെടുന്ന ലോറസിൽ കംബാക്ക് ഓഫ് ദി ഇയർ ആ ഒരു പുരസ്കാര പട്ടികയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യ ഇന്ത്യൻ താരം ആരമാണ് വിനേഷ് ഫോഗട്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കപ്പോൾ ഒരിക്കൽ കൂടി ഒളിമ്പിക് വേദിയിലേക്ക് വിനേഷ് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ ഈ ഒരു പെട്ടെന്നുണ്ടായ മാനസിക വിഷമത്തിലുണ്ടായ തീരുമാനം അത് മാറ്റുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് അനുജ. അതെ, ആ തരത്തിലേക്കൊരു പ്രതീക്ഷ നമ്മളോട് പങ്കുവച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയുണ്ട്. അത് അവരുടെ ആദ്യ പരിശീലകൻ, അമ്മാവൻ കൂടിയായ മഹാവീർ സിംഗ് ഫോഗട്ടാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ആ പ്രതികരണത്തിലേക്ക് എത്തും. തിരികെ ന്യൂസ് ഈവനിങ്ങിലേക്ക്. ഇന്നിപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച പരാമർശം അത് വിനേഷിന്റെ ഭാഗത്തു നിന്ന് തന്നെ വന്ന ഒരു അറിയിപ്പ്. അത് വിരമിക്കുന്നു എന്നുള്ളതാണ്. ഗുസ്തിയോട് ഗുഡ് ബൈ പറയുന്നു. പക്ഷേ അത് പുനഃപരിശോധിക്കണം എന്ന് എല്ലാ ഇന്ത്യക്കാരും ആവശ്യപ്പെടുന്നു. ഒപ്പം അതിലൊരു പ്രതികരണം ഇന്ന് നമുക്ക് വന്നത് അച്ഛൻ്റെ സഹോദരനും ആദ്യ പരിശീലകനുമായ മഹാവീർ സിംഗ് ഫോഗട്ടിന്റെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം പറയുന്നത് വിരമിക്കൽ പ്രഖ്യാപനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടും എന്നാണ്. സ്വർണ്ണ മെഡലിന് തൊട്ടടുത്ത് വെച്ച് അയോഗ്യയായതുകൊണ്ടുള്ള വൈകാരിക തീരുമാനമാണ് വിനേഷിൻ്റേത്. 2028 ഒളിമ്പിക്സിൽ മത്സരിച്ച് മെഡൽ നേടാൻ വിനേഷിന് കഴിയും എന്നാണ് മഹാവീർ ഫോഗട്ട് 24 പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതൊന്ന് കേൾക്കാം. देखिए, जो मैंने भी 5 बजे पता चला था अभी जो वो दोनों कुश्ती से संन्यास ले रही है, लेकिन जो यहाँ आने के बाद मैं उसे करूँगा, मैं कोशिश करूँगा उसको दोबारा जो है वो कंटिन्यू अपनी मेहनत रखे। क्यों अब जो कुश्ती जो गोल्ड मेडल के नज़दीक ही वो डिस्क्वालीफाई कर दी, तो एकदम भावुक हो उसने ये फैसला जो है ले रही है वो। लेकिन मेरी ये कोशिश होगी उसके आने के बाद में उसको जो 2028 के लिए जो है फिर जो तैयार करने की कोशिश करूँगा मैं. ശ്രീ സനൽ പി തോമസ്, ഇപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഇപ്പോൾ ഈ ഒരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. പെട്ടെന്നുണ്ടായ ഒരു വികാര വിക്ഷോഭത്തിന്റെ പുറത്ത് പറയുന്ന ഒരു കാര്യം എന്നതിലേക്ക് ഇപ്പോൾ 2028 ഒളിമ്പിക്സ് എന്നുള്ളത് ടാർഗറ്റ് ആക്കി വെച്ച് എങ്ങനെ അവിടെ സ്വർണം നേടാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ വിനേഷിനെ പോലെയുള്ള ഒരു കരുത്തയായ പോരാളി തീർച്ചയായും അങ്ങനെ തന്നെ എയിം ഓടെ മുന്നോട്ട് പോകുമെന്ന് തന്നെയല്ലേ കരുതേണ്ടത്? താങ്കളുടെ പ്രതീക്ഷ എന്താണ്? മഹാവീർ സിംഗ് ഈ വിനേഷ് റിട്ടയർമെന്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മഹാവീർ സിംഗ് വിനേഷ് തിരിച്ചു വരും എന്ന് സൂചിപ്പിച്ചിരുന്നു. ഇന്നലെ ഈ ഡിസ്ക്വാളിഫൈ ചെയ്തതിന് തൊട്ട് പുറകെ മഹാവീർ സിംഗ് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് അപ്രതീക്ഷിതമായിട്ട് വിനേഷ് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ വിനേഷിന് ഇപ്പോൾ 29 വയസ്സായി. ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ് ആകുമ്പോഴത്തേക്ക് 33 വയസ്സാകും. അത് ഗുസ്തിയിൽ കൂടിയ പ്രായമൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം സുശീൽ കുമാറൊക്കെ നമുക്കറിയാമല്ലോ, ഒന്നും കൂട്ടുന്നില്ല. പക്ഷെ നമ്മുടെ ഒരു രീതി ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നിക്കാത്ത് സരീൻ തന്നെ പറഞ്ഞില്ലേ, 2 ദിവസം ഞാൻ പട്ടിണി കിടന്നു എന്ന് പറഞ്ഞു. അതായത് അതുകൊണ്ടാണ് ആദ്യ റൗണ്ടിൽ തോറ്റെന്ന് പറഞ്ഞു. ഇത്തരം ഒരു രീതികൾ മാറാതെ അപ്പം വിനേഷ് ഇപ്പോൾ തുടരാൻ തീരുമാനിക്കുന്നു, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു, ശരിയാണ്. പക്ഷേ ഇതേ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ഇതേ ഭാരവാഹികളും
ഇവരൊക്കെ തന്നെ തുടരുമ്പോൾ എങ്ങനെയാണ് അത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ അഭിനയ് ബിന്ദ്രയെ പോലെയുള്ളവർ പിന്നെ ഭരണരംഗത്തേക്ക് വരണം. അഭിനയ് ബിന്ദ്ര അന്ന് ഏറ്റവും ശക്തമായിട്ട് ഇവരുടെ സമര സമയത്ത് പ്രോത്സാഹിപ്പിച്ച ആളാണ്. നമുക്കറിയാം, നിലവിലുള്ള താരങ്ങളിൽ ആകെ ഇവർക്ക് പിന്തുണയായിട്ട് വന്നത് ഒന്ന് നികാസ് സരീനും ഒന്ന് നീരജ് ചോപ്രയും മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവരും മിണ്ടാതെ മാറി നിൽക്കുമായിരുന്നു. ഉള്ളുകൊണ്ട് സപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും അവരാരും പരസ്യമായിട്ട് രംഗത്ത് വന്നില്ല. അപ്പം അഭിനയ് ബിന്ദ്ര 2 തവണ പരസ്യമായിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് വരെ അന്ന് പറഞ്ഞു. അപ്പം അത്തരം ആളുകളുടെ ഒരു സപ്പോർട്ടോട് കൂടി അവരുടെ ഒരു മേൽനോട്ടത്തിൽ വേണം ഇനി വിനേഷിനുള്ള മുന്നോട്ടുള്ള പോക്ക് തിരിച്ചു വന്നാൽ. അല്ലാതെ റെസ്ലിംഗ് ഫെഡറേഷനെ മാത്രം ആശ്രയിച്ച് വിനേഷിന് അതിനകത്ത് നമ്മൾ ചില പക്ഷെ അപ്പോഴും ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത്, സനിൽ, എൻ്റെ സമയം അവസാനിക്കുകയാണെങ്കിൽ ഞാൻ അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ ഈ 53-ൽ മത്സരിക്കേണ്ടുന്നയാൾ ഈ പങ്കലിനോട് തോൽക്കുന്നു. അതിനുശേഷം 50-ൽ മത്സരിക്കേണ്ടത്. അതിനുശേഷം സ്വന്തം ഇഷ്ടപ്രകാരമാണ് 53 എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത്. ഒരു പരിശീലനത്തിനും പോകാൻ പറ്റിയിട്ടില്ല. ആ സമയത്തൊക്കെ തെരുവിലെ പ്രതിഷേധമാണ്, പോലീസ് വലിച്ചിഴയ്ക്കുന്നു, അതിൽ പറ്റിയിട്ടുള്ള പരുക്കും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നിലനിൽക്കെയാണ് ഈ സ്വർണം എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചുകൊണ്ട് ഈ ഒളിമ്പിക്സിൽ അവർ എത്തിച്ചേർന്നത് എന്ന് പറയുമ്പോൾ എത്ര വലിയ പോരാട്ട വീര്യമാണ് അവർ കാത്തു സൂക്ഷിക്കുന്നത് എന്നത് കൂടി അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമല്ലേ അത്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പെട്ടെന്ന് പിന്മാറുന്നു എന്ന് പറയുന്നത് തീർച്ചയായും അതിൽ നിന്ന് അവർ പിന്മാറിപ്പോകും എന്ന് തന്നെ നമ്മൾ കരുതണം. താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? തിരിച്ചു വരണമെന്ന് തന്നെയാണ് എല്ലാ ഇന്ത്യക്കാരും ആഗ്രഹിക്കുന്നത്. അത് എല്ലാവരുടെയും ഒരു വികാരമായിട്ട്, മൊത്തം ഇന്ത്യയുടെ ഒരു മൊത്തം വികാരമായിട്ട് അവർ ഉൾക്കൊണ്ടുകൊണ്ട് അവർ തിരിച്ചു വരണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതെ, ഏതായാലും ഇന്ത്യക്കാരുടെ മനസ്സിൽ വിനേഷ് ഫോഗട്ട് എപ്പോഴും ഒരു ചാമ്പ്യൻ തന്നെ ആയിരിക്കും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. വളരെ നന്ദി ശ്രീ സനൽ പി തോമസ് നമുക്കൊപ്പം അതിഥിയായി പങ്കെടുത്തതിൽ.